എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ആദ്യം ഇവിടെ എത്തിച്ചേർന്ന എല്ലാ മാധ്യമ സുഹൃത്തുക്കളെയും ഈ പത്രസമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എൻ്റെ പേര് ഡോക്ടർ യദു നാരായണൻ മൂസ്, വൈദ്യരത്നം ഗ്രൂപ്പിൻ്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറാണ്. എൻ്റെ കൂടെ ഇവിടെയുള്ളത് സഹോദരൻ ഡോക്ടർ കൃഷ്ണൻ മൂസ്, എക്സിക്യൂട്ടീവ് ഡയറക്ടറാണ് വൈദ്യരത്നം ഗ്രൂപ്പ്. ശ്രീ NP വിജയകൃഷ്ണൻ, പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല, പ്രശസ്ത കലാനിരൂപകനാണ്. മിസ്റ്റർ പ്രദീപ് നായർ, വൈദ്യരത്നം ഗ്രൂപ്പിൻ്റെ CEO ആണ്. ആൻഡ് മിസ്റ്റർ രമേശ്, വൈദ്യരത്നം ഗ്രൂപ്പിൻ്റെ HR ഹെഡാണ്. ഞങ്ങൾ ഇന്നിവിടെ വന്നിരിക്കുന്നത് വൈദ്യരത്നം ഗ്രൂപ്പിന്റെ സ്ഥാപക ദിനത്തെ കുറിച്ചുള്ള വിവരങ്ങൾ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. 1941 വൈദ്യരത്നം ഔഷധശാല സ്ഥാപിതമാവുന്നത്. ഞങ്ങളുടെ മുതുമുത്തശ്ശൻ പത്മശ്രീ അഷ്ടവൈദ്യൻ ടി നീലകണ്ഠൻ മൂസാണ് വൈദ്യരത്നം ഗ്രൂപ്പ് സ്ഥാപിച്ചത്. അദ്ദേഹത്തിന്റെ അച്ഛൻ ടി നാരായണൻ മൂസിന് ലഭിച്ച വൈദ്യരത്നം എന്ന ബഹുമതിയുടെ ഓർമ്മയ്ക്കായിട്ടാണ് സ്ഥാപനങ്ങൾക്ക് വൈദ്യരത്നം എന്നുള്ള പേര് നൽകിയത്. ആ ബഹുമതി ലഭിച്ചത് 1924 100 വർഷത്തിലേറെയായി. അപ്പോൾ എല്ലാ വർഷവും അദ്ദേഹത്തിന്റെ ഓർമ്മ ദിവസം ജൂലൈ 12 വൈദ്യരത്നം സ്ഥാപക ദിനമായിട്ട് ആചരിക്കുകയാണ്. ഈ വർഷം നമ്മൾ ഒല്ലൂർ എടക്കുന്നി ശ്രീ പാർവതി ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ഈ ചടങ്ങ് സംഘടിപ്പിക്കുന്നത്. കേരള ആരോഗ്യ വകുപ്പ് മന്ത്രി ഒപ്പം ദേവസ്വം വകുപ്പ് മന്ത്രിയും കൂടിയായ ശ്രീ K മുരളീധരനാണ് ചടങ്ങ് ഉദ്ഘാടനം നിർവഹിക്കുന്നത്. കാലത്തൊരു 10:10 ചടങ്ങുകൾ ആരംഭിക്കും. അതോടൊപ്പം സംസ്ഥാന ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ വൈസ് ചെയർമാനായ ശ്രീ അച്യുത് ശങ്കർ S നായർ, അദ്ദേഹമാണ് മുത്തശ്ശനെ കുറിച്ചുള്ള സ്മാരക പ്രഭാഷണം അന്ന് നിർവഹിക്കുന്നത്. അതോടൊപ്പം തന്നെ നമ്മുടെ മുൻ മന്ത്രിയും ഒല്ലൂരിന്റെ MLA ആയ അഡ്വക്കേറ്റ് ശ്രീ K രാജൻ മുഖ്യ അതിഥിയായി ചടങ്ങിൽ പങ്കെടുക്കും. അപ്പോൾ നമ്മൾ ഈ ഒരു ചടങ്ങിന്റെ ഭാഗമായിട്ട് വിവിധ മേഖലകളിലുള്ള അവാർഡുകൾ നമ്മൾ എല്ലാ വർഷവും വിതരണം ചെയ്യാറുണ്ട്. ഈ വർഷവും അവാർഡ് നിർവഹണം ഉണ്ടായിരിക്കും. അപ്പോൾ അതിന്റെ കൂടുതൽ വിവരങ്ങൾ പറയുന്നതിനായി സഹോദരൻ കൃഷ്ണൻ മൂസിനെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ഏട്ടൻ പറഞ്ഞതുപോലെ വൈദ്യരത്നം ഗ്രൂപ്പിന്റെ സ്ഥാപക ദിനാചരണമാണ് നടക്കാൻ പോകുന്നത്. അപ്പോൾ സ്ഥാപക ദിനത്തിൽ അദ്ദേഹം ഞങ്ങൾക്ക് വേണ്ടി നീട്ടിവെച്ച കുറച്ച് കാഴ്ചപ്പാടുകളും കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. അതിലൊന്നാണ് ആയുർവേദ വിദ്യാഭ്യാസം ഇന്ന് മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളത്. അതിന്റെ ഭാഗമായിട്ടാണ് ആയുർവേദ കോളേജ് എന്ന് ഞങ്ങൾ സ്ഥാപിക്കാൻ ഇടയായത്. ഈ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ആയുർവേദ മേഖലയിൽ കുറെ ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ടെങ്കിൽ വിദ്യാർത്ഥികൾ റിസർച്ച് ഓറിയന്റഡ് ആയിട്ടുള്ള തോട്ട്സ് കൊണ്ടുവരാനും വിദ്യാഭ്യാസ മേഖലയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയാണ് ഈ അവാർഡുകൾ ഞങ്ങൾ പ്ലാൻ ചെയ്തതും അദ്ദേഹത്തിന്റെ പേരിൽ ഞങ്ങൾ കുറച്ച് വർഷങ്ങളായിട്ട് കൊടുക്കുന്നതും. ഇതിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ 3 രീതിയിലാണ് അവാർഡുകൾ കൊടുക്കുന്നത്. ബിന്ദുവത്ത എന്നാണ് ഈ അവാർഡിന് പേരിട്ടിരിക്കുന്നത്. ആയുർവേദ കോളേജിൽ സാൻസ്ക്രിറ്റ്, കായചികിത്സ എന്നീ വിഷയങ്ങളിലും ഒപ്പം തന്നെ കുഹാസിന്റെ ഏറ്റവും കൂടുതൽ മാർക്ക് നേടുന്ന വിദ്യാർത്ഥിക്കുമാണ് ഈ അവാർഡ് ഞങ്ങൾ കൊടുക്കുന്നത്. ഇത് കൂടാതെ തന്നെ 2 ബുക്കുകൾ ഞങ്ങൾ ഇന്ന് പബ്ലിഷ് ചെയ്യുന്നുണ്ട്. അതിന്റെ അത് റിലീസിങ് ചെയ്യുന്നുണ്ട്. ഒരു ബുക്ക് എന്ന് പറയുന്നത് യോഗരത്നാവലി എന്നാണ്. നമ്മൾ കേരളീയമായിട്ടുള്ള പല ഗ്രന്ഥങ്ങളിലും മാത്രം കാണാവുന്ന ചില ഡ്രഗ് പ്രിപ്പറേഷൻസ് ഉണ്ട്. അതിനെ മലയാളത്തിലേക്ക് ഞങ്ങൾ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു കമ്പൈലേഷൻ ഇറക്കിയിട്ടുണ്ടായിരുന്നു. അതിന്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ആണ് ഈ വട്ടം ഞങ്ങളത് പബ്ലിഷ് ചെയ്യുന്നത്. പിന്നെ പറഞ്ഞാൽ ബാർകോഡിംഗ് ഓഫ് റോ ഡ്രഗ്സ് എന്ന് പറയും. നമുക്കിപ്പോൾ ഇന്ന് കേരളത്തിലും ഇന്ത്യയിലും പല രീതിയിലുള്ള റോ ഡ്രഗ്സ് അവൈലബിൾ ആണ്. പക്ഷെ അതിന് പല സംസ്ഥാനങ്ങളിലും കേരളത്തിൽ തന്നെ പല പേരുകളുണ്ടാവും. അതിനെ ബാർകോഡിംഗ് ചെയ്തിട്ട് എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ അതിനെ മാറ്റിയെടുക്കുക എന്ന ലക്ഷ്യത്തിലൂടെയാണ് അത് ഞങ്ങൾ ഒരു 4-5 വർഷത്തെ ഒരു എഫേർട്ടാണ് അത് ഞങ്ങൾ പബ്ലിഷ് ചെയ്യുന്നുണ്ട്. ഇത് കൂടാതെ തന്നെ ഞങ്ങളുടെ മെന്റർ എന്ന് പറയുന്നത് ഞങ്ങളുടെ അച്ഛൻ്റെ അച്ഛനാണ്. പിന്നെ essay കോമ്പറ്റീഷൻ കൂടി ഉണ്ട്. essay കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് എല്ലാ വർഷവും ഞങ്ങൾ ഒരു ടോപ്പിക് സെലക്ട് ചെയ്തിട്ട് അണ്ടർ ഗ്രാജുവേഷൻ, പോസ്റ്റ് ഗ്രാജുവേഷൻ ലെവലിലും ഓരോ ഏറ്റവും നന്നായിട്ട് പ്രബന്ധം എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് പ്രൈസ് കൊടുക്കാറുണ്ട്. അതിന്റെ അവാർഡ് ഡിസ്ട്രിബ്യൂഷൻ ഈ ചടങ്ങിന്റെ ഭാഗമായിട്ട് നടത്തുന്നുണ്ട്. ഇത് കൂടാതെ ഞങ്ങളുടെ മെന്റർ ആയിരുന്ന എൻ്റെ ഗ്രാൻഡ് ഫാദർ പത്മഭൂഷൺ ടി നാരായണൻ മൂസിന്റെ പേരിലുള്ള കുറച്ച് അവാർഡുകളും ഞങ്ങൾ ഇതിന്റെ ഭാഗമായിട്ട് ഇത് ചടങ്ങിന്റെ ഭാഗമായിട്ട് തന്നെ ചെയ്യുന്നുണ്ട്. അതിനെക്കുറിച്ച് കൂടുതൽ പറയാനായിട്ട് ശ്രീ വിജയകൃഷ്ണനെ ഞാൻ ക്ഷണിക്കുകയാണ്. വൈദ്യരത്നം ഗ്രൂപ്പിന്റെ മുൻ ചെയർമാനായിരുന്ന പത്മഭൂഷൺ ടി നാരായണൻ മൂസ് 2020 ഓർമ്മയായി. അദ്ദേഹം വ്യാപരിച്ചിരുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടിരുന്ന ചില മേഖലകളുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ പേരിൽ ടി നാരായണൻ മൂസ് സ്മാരക ആത്മമിത്ര പുരസ്കാരം
വൈദ്യരത്നം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ മൂന്നാമത്തെ പുരസ്കാരമാണ് ഇത്. ഒന്നാമത്തെ പുരസ്കാരം കല മാധ്യമം വിഭാഗത്തിലായിരുന്നു. രണ്ടാം വർഷം സാഹിത്യം വേദം വിഭാഗത്തിലായിരുന്നു. ഈ വർഷം മാധ്യമം, കല എന്നീ വിഭാഗങ്ങൾക്കാണ് ഇ.ടി. നാരായണൻ മൂസ് സ്മാരക ആത്മമിത്ര പുരസ്കാരം വൈദ്യരത്നം നൽകുന്നത്. 1,00,000 രൂപയും ശില്പവുമാണ് അവാർഡ്. ഈ വർഷം അവാർഡിനായിട്ട് മാധ്യമ വിഭാഗത്തിൽ മലയാള മനോരമ ആരോഗ്യത്തിനാണ്. ആരോഗ്യ മേഖലയ്ക്ക് പതിറ്റാണ്ടുകളായി വൈവിധ്യമാർന്ന സർഗാത്മക സംഭാവനകൾ നൽകിപ്പോരുന്ന മലയാള മനോരമയുടെ മനോരമ ആരോഗ്യം മാസികയ്ക്കാണ് ഈ വർഷത്തെ മാധ്യമ വിഭാഗത്തിൽ ഇ.ടി. നാരായണൻ മൂസ് ആത്മമിത്ര പുരസ്കാരം. കലാവിഭാഗത്തിൽ തെരഞ്ഞെടുത്തിരിക്കുന്നത് ആമുഖമോ വിശേഷണമോ ആവശ്യമില്ലാത്ത, ഏറെക്കാലം തൃശ്ശൂർ പൂരം, പാറമേക്കാവ്, ഇലഞ്ഞിത്തറ മേള പ്രമാണിയായിരുന്ന പത്മശ്രീ പെരുവനം കുട്ടന്മാരാരെയാണ്. 40 വർഷത്തിലധികമായി ഈ മേളത്തിലെ പെരുവനം ചിട്ടയുടെ ശാസ്ത്രീയതയും സർഗാത്മകതയും നിലനിർത്തിപ്പോരുന്ന പെരുവനം കുട്ടന്മാരാർക്കാണ് ഈ വർഷത്തെ ഇ.ടി. നാരായണൻ മൂസ് ആത്മമിത്ര പുരസ്കാരം. മാത്രമല്ല, പെരുവനം കുട്ടന്മാരാർ ഈ വൈദ്യരത്നവുമായി ബന്ധപ്പെട്ട തൈക്കാട്ടുശ്ശേരി ശ്രീ ദുർഗാ ഭഗവതി ക്ഷേത്രത്തിലെ അടിയന്തരക്കാരൻ കൂടിയായിരുന്നു ഒരു കാലത്ത്. തീർച്ചയായും ഈ വൈദ്യരത്നം സ്ഥാപക ദിനത്തിന്റെ വാർത്തയ്ക്ക് അതിന് സമാന്തരമായി ഈ ആത്മമിത്ര പുരസ്കാര വാർത്ത പ്രത്യേകമായി പത്രത്തിന്റെ എല്ലാ എഡിഷനുകളിലും വിശേഷ വാർത്തയായി പ്രസിദ്ധീകരിക്കണമെന്ന് ഒരു അപേക്ഷ കൂടി ഇതോടൊപ്പം നൽകുന്നു. അഷ്ടവൈദ്യൻ ഇ.ടി. നീലകണ്ഠൻ മൂസ് ചെയർമാനും ഡോക്ടർ പി.സി. മുരളി മാധവൻ, ഡോക്ടർ എൻ.പി. വിജയകൃഷ്ണൻ എന്നിവർ അംഗങ്ങളുമായിട്ടുള്ള സമിതിയാണ് ഈ പുരസ്കാര ജേതാക്കളെ തെരഞ്ഞെടുത്തിട്ടുള്ളത്. ഈ വാർത്ത പ്രത്യേകമായി നൽകുവാൻ അപേക്ഷിക്കുന്നു. തുല്യം മനോരമ സ്ഥാപനത്തിനും കൊടുക്കുന്നതും എല്ലാം 1,00,000 രൂപ തന്നെയാണ്. പ്രശസ്തി ശില്പവും തുല്യം. ആദ്യത്തെ വർഷം മാതൃഭൂമിക്കായിരുന്നു, മാതൃഭൂമി ആരോഗ്യ മാസികയ്ക്കായിരുന്നു പുരസ്കാരം. ഇത്തവണ മലയാള മനോരമയ്ക്ക്. നേരത്തെ സൂചിപ്പിച്ച പോലെ എസ്എ കോമ്പറ്റീഷൻ, പ്രബന്ധ മത്സരം, അത് ജൂനിയർ സീനിയർ വിഭാഗത്തിൽ 2 വീതം വിദ്യാർത്ഥികളുണ്ട്. പിന്നെ അതല്ലാതെ കേരള ഹെൽത്ത് യൂണിവേഴ്സിറ്റിയിൽ ഏറ്റവും ടോപ്പറായ കുട്ടി, ഒപ്പം കായ ചികിത്സ, സംസ്കൃതം തുടങ്ങിയ സബ്ജക്റ്റുകളിൽ ടോപ്പറായിട്ടുള്ള കുട്ടികൾ, അങ്ങനെ 4, 3, 7 അവാർഡുകളാണ്. ഓരോന്നും കായ ചികിത്സ, അതിന് നമ്മൾ കൊടുക്കുന്നത് ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങുന്ന കുട്ടിക്ക് 50,000 രൂപയുടെ ഇതാണ് കൊടുക്കുന്നത്. പിന്നെ കായ ചികിത്സ കൊടുക്കുന്നത് 1,00,000 രൂപ. ഇ.ടി. നീലകണ്ഠൻ മൂസ് ക്യാഷ് അവാർഡ് 1,00,000 രൂപയാണ്. പിന്നീട് നമ്മൾ കൊടുക്കുന്നത് ടോപ്പ് സ്കോററിൻ ഫൈനൽ BAMS എക്സാമിനേഷൻ കൊടുക്കുന്നത് 50,000 രൂപയാണ്. ഇതല്ലാതെ TV രാമവാര്യർ മെമ്മോറിയൽ ക്യാഷ് അവാർഡ് കൊടുക്കുന്നുണ്ട്. അത് സംസ്കൃതത്തിന് ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങുന്ന കുട്ടിക്ക് 50,000 രൂപയുടെ ക്യാഷ് അവാർഡാണ്. പിന്നെ പഞ്ചകർമ്മയിൽ BMSൽ പഞ്ചകർമ്മ പരീക്ഷകളിൽ ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങുന്ന ആൾക്ക് 10,000 രൂപയുടെ ക്യാഷ് അവാർഡ് നമ്മൾ കൊടുക്കുന്നുണ്ട്. ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ വന്ന എല്ലാ പത്രപ്രവർത്തകർക്കും നമസ്കാരം. വൈദ്യരത്നം സ്ഥാപക ദിനം ജൂലൈ 12-നാണ്. ഇവിടെ മറ്റുള്ളവർ പറഞ്ഞ പോലെ അതേ ദിവസം നിങ്ങളുടെ എല്ലാവരുടെയും ഒരു പ്രസൻസ് അവിടെ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആഗ്രഹം. പിന്നെ അതോടുകൂടി തന്നെ ഇതിൻ്റെ ന്യൂസ് നമ്മളൊന്ന് കവർ ചെയ്യണം എന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. ഇതിൻ്റെ ഒരു ഫോളോ അപ്പ് ആയിട്ട് എല്ലാ എഡിഷൻസിലും കൊടുക്കുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും. താങ്ക് യു.